കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഡോക്ടർ ശശി തരൂർ എം പി. പറയാനുള്ളത് എല്ലാം തിരുവനന്തപുരത്ത് പറഞ്ഞിട്ടുണ്ടെന്നും ശശി തരൂർ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞു, ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേട്ടോ, ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധയോട് കേൾക്കോ. പോണു കേട്ടോ, ശരി, വരട്ടെ. പത്മജ വേണുഗോപാലിന്റെ BJP ക്ഷണത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ ഡോക്ടർ ശശി തരൂർ എം പി. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിനീത, നാളത്തെ ഈ യോഗത്തിൽ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ ശശി തരൂർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് രാഹുൽ ഗാന്ധിയുമായൊക്കെ സംസാരിച്ചിരുന്നു. ശശി തരൂരിന്റെ ലേഖന വിവാദത്തിലൊക്കെ കുറെ ചർച്ചകളൊക്കെ നടന്നിട്ടുള്ളതാണ്. നാളത്തെ ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാവുക? മറ്റൊരു കാര്യം കൂടെ വിനീത, ഇപ്പോഴും ഈ പറയുന്ന പോലെ പത്മജ വേണുഗോപാലിന്റെ ക്ഷണമുണ്ടായിട്ടും എനിക്ക് മറ്റു വഴികളുണ്ടെന്ന് പറയുമ്പോഴും ആ വഴി എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? ക്രിസ്റ്റീന, ഞാനിപ്പോൾ നിൽക്കുന്നത് ശശി തരൂരിന്റെ വസതിക്ക് മുൻപിലാണ്. ഇന്ന് അദ്ദേഹം ഇവിടെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ വസതിയിൽ വീണ്ടും അദ്ദേഹം എത്തിയിട്ടുണ്ട്. നാളെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പോഡ്കാസ്റ്റിൽ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് തനിക്ക് സമയമില്ല എന്ന് കരുതരുത്, തനിക്ക് ആ സമയം ചിലവാക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്ന് പറഞ്ഞ് തന്നെ അദ്ദേഹം പറയുകയാണ്. താൻ എഴുത്തുകാരനാണ്, തനിക്ക് എഴുതാം, തനിക്ക് പ്രഭാഷണം നടത്താം, തനിക്ക് നിരവധി പരിപാടികളുണ്ട്, രാജ്യത്താകമാനം സഞ്ചരിച്ച ആ പരിപാടികളുമായി തനിക്ക് മുന്നോട്ട് പോകാം എന്നിങ്ങനെയുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. ഇതിൽ രാഷ്ട്രീയപരമായ ചില ചോദ്യങ്ങൾ ചോദ്യകർത്താവ് ഉന്നയിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് താൻ ജ്യോതിഷനൊന്നുമല്ലല്ലോ ഭാവിയിൽ എങ്ങനെ പോകുമെന്ന് പറയാൻ എന്ന് അദ്ദേഹം വളരെ ഒരു രീതിയിൽ തന്നെ അദ്ദേഹം അതിന് മറുപടി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ BJP തനിക്കൊരു ഓപ്ഷൻ അല്ല എന്നും അദ്ദേഹം ഇന്നലത്തെ തന്നെ ആ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്താണെങ്കിലും നാളെ ഈ യോഗം ചേരുകയാണ് AICCയിൽ. ഈ വിവാദങ്ങൾക്കും ഒപ്പം തന്നെ പടലപ്പിടുക്കങ്ങൾക്കും ഒക്കെ ഇടയിലാണ് ഈ യോഗം ചേരുക എന്നുള്ളതാണ് നിർണായകം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഇതിന്റെ മുന്നൊരുക്കങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിലും നിലവിൽ ഈ പാർട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് നേതാക്കൾക്ക് മുന്നിൽ ഒരു ഐക്യം കൊണ്ടുവന്ന് ഐക്യത്തോടെ നേതാക്കളെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയം. അതിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തുടരുമോ, പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ നാളത്തെ യോഗത്തിന് ശേഷം നമുക്കൊരു നിർണായക തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ അടക്കമുള്ളവരൊക്കെ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് AICCയിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന അസമിലെ യോഗം പുരോഗമിക്കുകയാണ്. നാളെ വൈകിട്ട് 4 മണിക്കാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ യോഗം ചേരുക. ഈ യോഗത്തിൽ ഇത്തരം നിർണായക കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകും. ശശി തരൂരും ആ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ അതിന് അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നു. പക്ഷേ അതേസമയം BJPയിലേക്കുള്ള പത്മജയുടെ ക്ഷണത്തോട് അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ക്രിസ്റ്റീന, ശരി, അപ്പോൾ നാളത്തെ യോഗത്തിൽ കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായി ശശി തരൂരിന്റെ ലേഖനത്തിന് പുറകെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നാളത്തെ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം പത്മജ വേണുഗോപാലിന്റെ BJP ക്ഷണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ഇതുവരെ ആദ്യമേ തന്നെ ഡോക്ടർ TM തോമസ് ഐസക് അടക്കം അനാഥനാവില്ല ശശി തരൂർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇതൊന്നും അല്ലാത്ത ഒരു രാജ്യാന്തര വഴിയാണോ ശശി തരൂരിന്? കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ശശി തരൂർ പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന UN-ലോ IMF-ലോ ഒക്കെ അദ്ദേഹത്തെ പോലെ എന്താ പറയുന്ന അധിക യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യാന്തരമായ പല വഴികളും ഉണ്ടാകും. അദ്ദേഹം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ റെക്കഗ്നീഷനും അവിടെ ലഭിക്കും എന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും, നമുക്കറിയില്ല.